ഹായ് ഫ്രണ്ട്സ്, assalamualaikum. ഞാൻ വന്നിട്ടുള്ളത് ജൂൺ മാസത്തിലേക്കുള്ള എൻ്റെ ബുള്ളറ്റ് ജേണൽ പേജുകൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇത്തവണ സെലക്ട് ചെയ്തിരിക്കുന്ന തീം മേഘങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവുമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നോർമലി ഈ കളർ മാത്രം യൂസ് ചെയ്താണ് ഞാൻ ഇത്തവണത്തെ ബുള്ളറ്റ് ജേണൽ ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ക്ലൗഡാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് പിക്ചേഴ്സൊന്നും എൻ്റെ ബുള്ളറ്റ് ജേണലിൻ്റെ അകത്ത് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം കുഞ്ഞു ബുള്ളറ്റ് ജേണലാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ തന്നെ വരച്ച് നമ്മൾ തന്നെ കളർ ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ്. അപ്പോൾ എല്ലാ ദിവസമാണെങ്കിലും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബുള്ളറ്റ് തുറക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുന്നു കാണുമ്പോൾ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് ജൂൺ മാസത്തിൻ്റെ ടൈറ്റിലിനും ഞാൻ അങ്ങനെ തന്നെയാണ് കളർ കൊടുത്തത്. ലൈറ്റ് ബ്ലൂവിൻ്റെ മേലെ അതിന് ഡാർക്ക് ബ്ലൂ ഔട്ട്ലൈൻ കൊടുത്തു. പിന്നെ നമ്മൾ കലണ്ടറാണ് വരക്കുന്നത്. ഇങ്ങനെ കലണ്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാനിങ് ഇത് ചെയ്യുമ്പോൾ, അതായത് ഡെയിലി പ്ലാനർ ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാ പ്ലാനറും ബഡ്ജറ്റും എല്ലാം ചെയ്യുമ്പോൾ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതിൽ ഏതെങ്കിലും ഡേയ്സിന് സർക്കിൾ ചെയ്തിട്ട് ആ ഡേയ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വല്ല കാര്യം നടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് എടുത്ത് നമുക്ക് എഴുതാവുന്നതാണ്. അതായത് ഹോളിഡേയ്സോ ബില്ല് പേ ചെയ്യാനുള്ളതൊക്കെ നമുക്ക് ഇങ്ങോട്ട് എഴുതാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് റൈറ്റ് സൈഡിലുള്ള ബോക്സ്. താഴത്തുള്ള ബോക്സ് ഇപ്പോൾ വരച്ചിട്ടിരിക്കുന്നത് ഗോൾസ് എഴുതുന്നതിനും ഏറ്റവും ബോട്ടം ഉള്ളത് മേജറായിട്ടുള്ള എന്തെങ്കിലും ഓരോ ദിവസം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എടുത്തെഴുതുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കലണ്ടറിൽ അടയാളപ്പെടുത്താവുന്നതാണ്, മേജർ ഇവൻറ്റ്സും ഇമ്പോർട്ടൻറ്റ് ഡേയ്സും. പിന്നെ ഫോക്കസ് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. അതായത് പേഴ്സണൽ ഗോൾ, ഫിനാൻഷ്യൽ ഗോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബോക്സിനെ നിങ്ങൾക്ക് പലതായിട്ട് തിരിച്ച് എടുത്ത് എഴുതാവുന്നതാണ്. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാനിതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ലേ ഔട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇനി അടുത്തത് പ്രയർ ട്രാക്കറാണ്. പ്രയർ ട്രാക്കർ എന്താണ്, എങ്ങനെ വരക്കണം, എങ്ങനെ അതിൽ അടയാളപ്പെടുത്തണം എന്നൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. സോ പ്രയർ ട്രാക്കറിൻ്റെ ടൈറ്റിൽ ഞാൻ ലൈറ്റ് ബ്ലൂ കൊടുത്തിട്ട് അതിന് മേലെ എൻ്റെ പെൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ വരച്ചു കൊടുത്തു. അപ്പോൾ കുറച്ചും കൂടി ഒന്നൊരു ഭംഗി തോന്നുന്നുണ്ട്. അതുപോലെ ഒരു ക്ലൗഡും അവിടെ വരച്ചു. പിന്നെ ഇത്തവണ ഞാൻ 5 ബോക്സിന് പകരം 6 ബോക്സാണ് എടുക്കുന്നത്, കാരണം തഹജ്ജുദ് നമസ്കാരം കൂടി അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് കഴിഞ്ഞ തവണത്തേലും വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ള സ്പേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പിക്ചറൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഒരു സന്തോഷമാണ് ആ പിക്ചർ വരച്ച് അതിൽ കളർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. പിന്നെ താഴത്തൊരു ബോക്സ് വരക്കാൻ ചെയ്യുന്നുണ്ട്. റിലീജിയസ് റിലേറ്റഡ് ആയിട്ടുള്ള കോട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കോട്ട്സ് അവിടെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ കളർ പെൻസിൽസ് വെച്ചിട്ട് കളർ ചെയ്തു. പിന്നെ സ്കെച്ച് പെൻസിൽ വെച്ച് കുറച്ച് ഡോട്ട്സും ലൈൻസൊക്കെ കൊടുത്ത് അംബ്രല്ലനെ ഒന്നുകൂടി ഒന്ന് സുന്ദരനാക്കാനായിട്ട് നോക്കി. വലിയ വൃത്തിയൊന്നും ആയില്ലെന്ന് തോന്നുന്നു, എന്നാലും എനിക്കൊരു ആ പേജ് നോക്കുമ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അടുത്തത് സ്ലീപ്പ് ട്രാക്കറാണ്. സ്ലീപ്പ് ട്രാക്കറിൻ്റെ അകത്തും ഇതുപോലെ തന്നെ ടൈറ്റിൽ ഞാൻ ലൈറ്റ് ബ്ലൂ കൊടുത്തു. പിന്നെ പെൻ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തു. പിന്നെ ഓരോ ദിവസവും എഴുതിയെടുത്തു. ഒരു മാസത്തിലെ ദിവസങ്ങളൊക്കെ എഴുതിയെടുത്തു. അതിനുശേഷം മേലെ ടൈം എഴുതിയെടുത്തു. 8 മണി മുതൽ പിറ്റേ ദിവസം ഉച്ചക്ക് 12 മണി വരെയുള്ള ടൈമാണ് എഴുതിയെടുത്തിരിക്കുന്നത്. പിന്നെ ഒപ്പം തന്നെ ആഴ്ചകളും എഴുതിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് അടയാളപ്പെടുത്താനായിട്ട്. ഇനി നെക്സ്റ്റ് പേജ് നമ്പർ 4 ഞാൻ മൂഡ് ട്രാക്കറാണ് ആദ്യം ഇൻക്ലൂഡ് ചെയ്യുന്നത്. മൂഡ് ട്രാക്കർ എപ്പോഴും ഞാൻ പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യലാണ്, കാരണം പല കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഷെയ്ഡ് കൊടുക്കാറുള്ളത്. അപ്പോൾ കളർ പെൻസിൽസ് എടുക്കാനുള്ള മടി കാരണം മിക്കവാറും മൂഡ് ട്രാക്കർ സ്കിപ്പ് ചെയ്യൽ ഇപ്പോൾ ഒരു സ്ഥിരം പണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇനി പെൻ വെച്ചിട്ട് അടയാളപ്പെടുത്താമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂഡ് ട്രാക്കറിൽ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കലണ്ടർ തന്നെയാണ് ഇത്തവണ വരച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം സൺഡേ, മൺഡേ, ട്യൂസ്ഡേക്ക് ഞാൻ ജസ്റ്റ് അതിനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് കളർ പെൻസിൽ വെച്ചിട്ട് ലൈറ്റ് ബ്ലൂ കളർ കൊടുത്തു. പിന്നെ ഓരോ ബോക്സസ്, അതായത് നിങ്ങൾക്ക് എത്രത്തോളം ബോക്സ് ഇൻക്ലൂഡ് ചെയ്യണം അത് ചെയ്യാം കേട്ടോ. ഞാനിവിടെ പ്രൊഡക്റ്റീവ്, ഹാപ്പി, ആവറേജ്, അതുപോലെ തന്നെ സ്ട്രെസ്ഡ് ഓർ സാഡ് എന്ന് പറഞ്ഞിട്ടുള്ള കോളംസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ദിവസം എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഞാൻ ഇതിന് കൊടുക്കും. കളർ പെൻസിൽസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഷെയ്ഡൊക്കെ കൊടുക്കായിരുന്നു, പക്ഷേ ഇതിപ്പോൾ പെന്നാണല്ലോ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് വീക്ക്ലി പ്ലാനിങ് ആണ്. വീക്ക്ലി പ്ലാനിങ്ങിന് ഇവിടെ ഈ സ്പേസിൽ ഞാൻ സൺഡേ കൊടുത്തതിന് ശേഷം ബാക്കി ഓരോ പേജിൽ 2 വീക്സ് വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പേജിനെ 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്തു. ഇതിനകത്ത് ഞാൻ നോർമലി ഇൻക്ലൂഡ് ചെയ്യാറുള്ളത് മീൽ പ്ലാനറാണ്, പ്ലാനിങ് റിലേറ്റഡ് ആയിട്ട്, അതുപോലെ ക്ലീനിങ്ങും. പിന്നെ ഓരോ ദിവസം ഇത് പ്ലാനിങ്ങിനനുസരിച്ച് പോയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെപ്പറേറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ ഓരോ ഡേറ്റ്സ് എഴുതിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സ്പേസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേറെ പിക്ചേഴ്സൊന്നും വരയ്ക്കാനായിട്ട് എനിക്ക് ഇതിൽ സ്പേസ് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എല്ലാ വീക്ക്ലി പ്ലാനിങ്ങുകളും നിറഞ്ഞ് ആണ് ഇരിക്കാറ്.
ഇനി അടുത്തത് നമ്മുടെ ഡെയിലി പ്ലാനിങ്ങുകളാണ്. ഇതിനകത്തും ടാസ്കുകൾ കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ്സ്, ടാസ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ഞാൻ മേജറായിട്ടുള്ള കാര്യങ്ങൾ അന്നത്തെ ദിവസം സംഭവിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഗോൾസ് റിലേറ്റഡ് ആയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് അതൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഞാൻ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഇതിൽ കീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നൊക്കെ കാണിച്ചു തരാം. നോർമലി ഞാനിതിൽ കീ ആണ് കൊടുക്കാറ്, അല്ലാതെ എഴുതിയെടുക്കുന്നതിനേക്കാളും ഇത് കീ കൊടുക്കലാണ് പതിവ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഡെയിലി പ്ലാനർ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യും. അപ്പോൾ അത് നോക്കിയിട്ട് ഓരോ കീ ഉണ്ടാവുമല്ലോ അത് മാത്രം എടുത്ത് എഴുതിയാൽ മതി. സോ ഇവിടെയാണ് എന്തൊക്കെ കീ കൊടുക്കണം എന്നുള്ളത് അടയാളപ്പെടുത്തുന്നത്. പിന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബഡ്ജറ്റാണ്. അപ്പോൾ ബഡ്ജറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഒരു ഹോം മേക്കറിന്. അപ്പോൾ ബഡ്ജറ്റും എക്സ്പെൻസ് ട്രാക്കറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ മാസത്തെ എൻ്റെ ബുള്ളറ്റ് ജേർണൽ പേജുകൾ.